വാർത്തകൾ എന്ന് പറയുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് DC സെക്രട്ടറി നദീറ സുരേഷിന്റെ വീട്ടിൽ ഇഡിയും ആദായ നികുതി വകുപ്പും വലിയ റെയ്ഡ് നടത്തിയിരുന്നു. നദീറയുടെ ഭർത്താവിന് ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ടെന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തുവെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഐശ്വര്യ അനിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഐശ്വര്യ, ഈ റെയ്ഡിനെ തുടർന്ന് ഇഡിയുടെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമോ? ഇന്നലെ തന്നെ ഒരുപാട് വസ്തുക്കൾ ഈ തിരുവനന്തപുരം നഗരത്തിലും ഒക്കെയായി ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇതിനപ്പുറത്തേക്കുള്ള കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് ഇഡി പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ വിഷയത്തിൽ നേരത്തെ ആ പ്രദേശവാസികൾ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലായി ഇവർക്ക് ഭൂമിയുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പക്ഷേ ഇഡിയും ആദായ നികുതി വകുപ്പും അന്വേഷിക്കുന്നത് കൊച്ചിയിലെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചാണ്. ഫാരിസ് അബൂബക്കറിന്റെ ബെനാമിയാണ് ഈ തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെ ഭർത്താവ് സുരേഷ് കുമാർ എന്നുള്ളതാണ് ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തു പറയേണ്ടത് 35 മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിൽ അവിടെ നിന്ന് നിർണായകമായ തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർ നടപടി ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ആ സമയത്ത് തന്നെ എത്തിച്ചതാണ്. 2 ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ രേഖകൾ, മറ്റ് രേഖകൾ ഒക്കെ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ അന്വേഷണം അവരിലേക്ക് കൂടി എത്തി നിൽക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇഡിയുടെ തുടർ നടപടി ഉണ്ടാകും. ഒപ്പം ഇനി ഒരുപക്ഷെ ഇന്നലെ നമ്മൾ അവിടെ എത്തിയതോടുകൂടിയാണ് അവിടെ നിന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നതടക്കമുള്ള ഒരു രീതി അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ വന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇഡിയും ആദായ നികുതി വകുപ്പും അവിടെ നിന്ന് മടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും റെയ്ഡ് ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇനി ഈ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഇഡിയുടെ ഭാഗത്തു നിന്നോ ഈ തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെയും വീട്ടിൽ റെയ്ഡ് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒപ്പം തന്നെ ഇഡിയുടെ തുടർ നടപടി എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്.